വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലയൻറ്റ്സ് നമ്മുടെ അടുത്ത് വരുമ്പോൾ എഗ്രിമെൻറ്റ് ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വീട് എന്ന് കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ്. അതിപ്പോൾ ചിലർ ഒരു വർഷം എന്ന് പറയുന്ന ചില ക്ലയൻസ് ഉണ്ട്, പക്ഷേ കൂടുതൽ പേർക്കും 10 മാസം 6 മാസം 7 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ ഒരു അനുഭവം അഖിലിന് സെയിൽസ് എന്ന നിലയിൽ അഖിലിനായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാം? ഇപ്പം സെയിൽസിലിരിക്കുമ്പം പ്രധാനമായിട്ടും അതായത് ഒരു 10 ക്ലയൻറ്റ് വരുമ്പോൾ അതിലൊരു 8 പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്: നമ്മുടെ പ്രോജക്റ്റ് എന്ന് തീരും എന്നുള്ളത്. ചില ക്ലയൻസൊക്കെ അവർ റിക്വയർമെൻറ്റ്സ് പറയുന്നതിന് മുമ്പേ നമ്മളടുത്ത് ചോദിക്കുന്നത്, ഞങ്ങൾ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ന് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരും എന്നുള്ളത് റിക്വയർമെൻറ്റ് പറയുന്നതിന് മുമ്പ് പോലും ചോദിക്കുന്ന ക്ലയൻസ് ഉണ്ട്. സത്യത്തിൽ നമുക്ക് അവരെയും തെറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം അവർ ഇതിനെപ്പറ്റി ഒന്നും ബോധവടല്ല. അവര് മിക്കതും ഈ പറയുന്ന കണക്ക് അവരുടെ അടുത്തുള്ള ഒന്നെങ്കിൽ ചില വീടുകൾ ചെയ്ത് ബന്ധപ്പെട്ട് കണ്ടതോ അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഒരു അറിവെന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ഈ ടൈമിങ്ങിനെ ഒന്ന് സ്റ്റേജസ് ആയിട്ട് തിരിക്കുവാണെങ്കിൽ നമുക്കത് അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 3 സ്റ്റേജായിട്ട് നമുക്ക് തിരിക്കാം. അതായത് പ്രീ കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ, പോസ്റ്റ് കൺസ്ട്രക്ഷൻ. ഡിസൈൻ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ പെർമിറ്റ് കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രിസിറ്റിയുടെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇപ്പം ചില സ്ഥലങ്ങളിലാണെങ്കിൽ കിണർ കുഴിക്കാൻ കാണും, അല്ലെങ്കിൽ വാട്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു പ്രീ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതിൽ ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ അത്യാവശ്യം നല്ലൊരു സമയം എടുക്കുന്നത്, ടൈം കൺസ്യൂമിംഗ് ആണ്. അതിന് എന്തായാലും എടുക്കണം. അതിപ്പോൾ അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് തന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ കൂടുന്നതനുസരിച്ച് ഡിസൈനിൻ്റെ ടൈം കൂടും. അപ്പോൾ ഒരു നോർമൽ ക്ലയൻറ്റിന് ചിലപ്പം വേണ്ട ടൈം ആയിരിക്കത്തില്ല ആവശ്യം. ഈ ഡിസൈൻ സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്യാനുള്ളൊരു കാര്യമായിട്ട് വലിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിനെപ്പറ്റി പറയാനുണ്ട്. അതെ, അത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് ചർച്ച ചെയ്യാം. പിന്നെ കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിനെ നമുക്കിപ്പോൾ സ്ട്രക്ചർ ഒരു ഫേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫിനിഷിങ് നമുക്ക് മറ്റൊരു ഫേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അതിനകത്തിൽ കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നത് സ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ്. അത് പിന്നെ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ എല്ലാം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. ഈ സ്ട്രക്ചറിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം ഫൗണ്ടേഷൻ ഇതെല്ലാം ഇതിനെ ബാധിക്കുമല്ലോ. അതായത് ഈ സമയത്തിന് നമ്മൾ ഈ 6 മാസം 8 മാസം എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, അതിനെ ഇപ്പോൾ ഫൗണ്ടേഷൻ തന്നെ മാറുവാണെങ്കിൽ തന്നെ അതിനകത്ത് മാറ്റം. തീർച്ചയായിട്ടും. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ റാൻഡം റബിൾ മേസണറി വെച്ച് ഫൗണ്ടേഷൻ ചെയ്യുകയാണെന്ന് വെച്ചു, അതിന് ഏകദേശം നമുക്ക് 20 to 25 ഡേയ്സിനുള്ളിൽ നമുക്ക് ക്യൂറിങ് പ്രോസസ്സും എല്ലാം കഴിഞ്ഞ് ഫൗണ്ടേഷൻ റെഡി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ റെഡി ഫോർ കൺസ്ട്രക്ഷൻ ആയി. അതേസമയം നമ്മളത് കോളം പില്ലറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു 25 ഡേയ്സ് എന്നുള്ളത് നമുക്കൊരു 45 ഡേയ്സിലേക്ക് അത് മാറും. അപ്പോൾ അവിടെ തന്നെ ക്യൂറിങ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ആ ഒരു ഡിഫറൻസ് വന്നു കഴിഞ്ഞു. അതെ, അവിടെ തന്നെ ആ ദിവസത്തിനകത്ത് വലിയ വ്യത്യാസം വന്നു. സ്വാഭാവികമായിട്ടും ചെറിയ ഈ ദിവസങ്ങൾ വ്യത്യാസം വരുന്നത് മൊത്തത്തിലുള്ള ദിവസങ്ങൾ എടുക്കുമ്പോൾ അത് ബാധിക്കും. അതെ. പിന്നെ വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. അതിപ്പം ഒരു പരിധി വരെ നമുക്ക് സ്ട്രക്ചറിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. കാരണം മഴയും വെയിലും എല്ലാം ഇതിനെ ബാധിക്കുന്നതാണ്. അപ്പം പ്രധാനമായിട്ടും മഴ, അത് നമുക്ക് പല ടൈമിലും ഒരു വില്ലനായിട്ട് വന്ന് ഒരു ക്യാമിയോ ചെയ്തിട്ട് അങ്ങ് പോവാറുണ്ട്. മഴ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എടുക്കുവാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടൈമിലല്ല. അതിപ്പോൾ നല്ല മാറ്റം കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മഴ പെയ്യുകയും പണി നിന്ന് പോവുകയും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയും, അല്ലെങ്കിൽ നാളെ ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ നാളെയും ഇത് തന്നെയായിരിക്കും സ്ഥിതി. അപ്പോൾ അങ്ങനെ ഒരാഴ്ചയോളം നീണ്ടുപോകുന്ന സൈറ്റുകളൊക്കെ നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു 5-ലധികം സൈറ്റൊക്കെ ഒരേ ടൈമിൽ മാനേജ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ആ ഒരു സ്കെഡ്യൂളിങ്ങിനെ തന്നെ ഇത് താറുമാറാക്കി കളയും. അന്നേരം അവിടെ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ പല ക്ലയൻസിന് വരുന്നൊരു സംശയമാണ്, ആ വീട് 6 മാസം കൊണ്ട് തീർന്നല്ലോ, അവര് നേരത്തെ കണ്ടിട്ടുള്ള വീട് അല്ല അടുത്തുള്ള വീടാണ്, ഈ വീട് 6 മാസം കൊണ്ട് തീർന്നല്ലോ. പക്ഷെ അതിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ് പ്രോസസ് ആയിരിക്കും 2 സൈഡിലും നടക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു പലരും ആലോചിക്കാറില്ല. അതിൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആയാലും അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു വർക്ക് എത്ര പെട്ടെന്ന് തീർക്കുന്നോ അത്രയും ലാഭമാണ് അവർ. കാരണം സൂപ്പർവൈസറിൻ്റെ സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ
അങ്ങനെ ഇപ്പോൾ റേറ്റിൻ്റെ വേരിയേഷൻസ് ടൈം കഴിയുന്നതോറും പല മെറ്റീരിയലിൻ്റെ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ ഒരു കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തീർക്കുന്നതാണ് അവർക്ക് ലാഭം. അവിടെയും ഈ ക്യൂറിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കി ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എപ്പോഴും കുറ്റക്കാരനാവുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ സൂചിപ്പിച്ച പല ക്യൂറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ ചെയ്താൽ പോലും നമ്മുടെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ചില വീടുകൾ നമ്മൾ നോക്കുമ്പോൾ ഹെയർ ലൈൻ ക്രാക്സ് വരാറുണ്ട്. അപ്പോൾ അവർ നമ്മളെ വിളിക്കാറുണ്ട്. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹെയർ ലൈൻ ക്രാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടും അത്രയും ചൂട്, പീസ് ആൻഡ് മെറ്റീരിയൽ ഇതെല്ലാം വെച്ച് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. പക്ഷേ അത് പോലും വരാതിരിക്കണമെങ്കിൽ അതിന് കൊടുക്കേണ്ടുള്ള ക്യൂറിങ്ങും അതിന് കൊടുക്കേണ്ടുള്ള ടൈമിങ്ങും, അതായത് ഇപ്പം ഒരു പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് അതിനകത്ത് പ്രൈമർ എപ്പോൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ അതൊന്നും നമുക്ക് അത്രയും പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സമയത്തിനുള്ളിൽ പോലും ഇതൊന്നും തീരത്തില്ല. പക്ഷെ അത് നമ്മൾ മ്യൂച്വലി ഉള്ള ഒരു എന്താ പറയുന്ന രണ്ടുപേരും തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. സ്ട്രക്ചർ കഴിഞ്ഞ് പ്രൈമർ അടിച്ചു കഴിയുമ്പോൾ തന്നെ ചില ക്ലയൻസ് പോയി ഡേറ്റ് എടുക്കാറുണ്ട്. അത് ചിലപ്പോൾ അവരുടെ ആ സമയം നോക്കിയൊക്കെ ആയിരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഈ പ്രൈമർ അടിച്ചു കഴിഞ്ഞാണ് അവിടുത്തെ യഥാർത്ഥ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ടൈലിൻ്റെ വർക്കാണെങ്കിലും ഇലക്ട്രിക് വർക്കുകളാണെങ്കിലും ഇതൊക്കെയാണെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട വർക്കുകളാണ് ഇതെല്ലാം. നമുക്ക് അതിനകത്തൊരു വെപ്രാളം ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു സമയം എടുക്കേണ്ട, സത്യത്തിൽ പറഞ്ഞാൽ ഒരു ഹൗസ് വാമിങ്ങിനുള്ള ഡേറ്റ് എടുക്കേണ്ടത് സത്യത്തിൽ ഏതൊരു ഘട്ടത്തിലായിരിക്കും നമ്മൾ എടുക്കേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിനിഷിങ് സ്റ്റേജ്, അതായത് നമ്മൾ പെയിൻറ്റിങ് ഒക്കെ ഒരുവിധം ഒന്നായി കഴിഞ്ഞ് ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നടക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഔട്ട് സൈഡ് ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ, അതായത് ഇന്റീരിയർ ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഫൈനൽ കോട്ട് പെയിന്റിന്റെ ടൈം. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളൊരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു സ്വപ്നമാണ് ഈ ഒരു വീട് വെക്കുക എന്ന് പറയുന്നത്. ആ ഒരു സ്വപ്നത്തിന് വേണ്ടി ഒരു 15-20 ദിവസം അങ്ങോട്ട് തള്ളിപ്പോയാലും അത് അത്രയും ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ് അവർ നോക്കേണ്ടത്. അവിടെ ഒരിക്കലും കോൺട്രാക്ടറിനോടൊരു വാശി തീർക്കലോ അല്ലെങ്കിൽ അവിടെ ഒരു ഞങ്ങൾ പറഞ്ഞ ടൈമിന് മുന്നേ നിങ്ങൾ തീർത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും പോവുകയല്ല ചെയ്യണം. അത് പലരും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒരു സമയത്തിന്റെ അവരുടെ ആവശ്യമുള്ള സമയം അങ്ങനെ നോക്കാറുണ്ടല്ലോ. എല്ലാവരും അങ്ങനെ നോക്കിയാണല്ലോ അവസാനം ഡേറ്റ് എടുക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് പലപ്പോഴും അവർക്ക് അത് ഈ പറയുന്ന ഒരു വാശിയിലോട്ടൊക്കെ പോകുന്നത്. പക്ഷെ ഈ പറയുന്ന ഇപ്പം സ്വാഭാവികമായിട്ടും അല്ലാതെ ഡിലേ ഉണ്ടാക്കണമെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതായത് ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു കമ്പനി മനഃപൂർവ്വം ഡിലേ ഉണ്ടാക്കണമെങ്കിൽ ഓക്കെ, അത് ന്യായം ക്ലയന്റിന്റെ ഭാഗത്ത് തന്നെയാണ്. അതല്ലാതെ നമ്മളിപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. അതായത് വെതർ, അങ്ങനെ ഈ ലേബേഴ്സിന്റെ ഇപ്പം പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ അവരെ അറിയിക്കും, സ്വാഭാവികമായിട്ടും അറിയിക്കും. അങ്ങനെ ഉള്ള കാര്യങ്ങളിനകത്ത് രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഈ ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ? അപ്പോൾ അതെങ്ങനെ? നമുക്ക് ഇപ്പം അത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തത് തന്നെ ക്ലയൻസിന് ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു നോളജ് കിട്ടുന്നിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ സിമ്പിളായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് വെച്ച് പറയുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവുന്നത്. അതൊന്ന് നമുക്കിപ്പോൾ സ്ക്വയർ ഫീറ്റ് മാത്രമല്ല, നമുക്ക് ആ ഒരു സിംഗിൾ ഫ്ലോർ ആണോ ഡബിൾ ഫ്ലോർ ആണോ എന്നുള്ളതും കൂടെ അതിനകത്തിൽ ഒരു പ്രധാന മാറ്ററാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു 2000 to 2500 സ്ക്വയർ ഫീറ്റ് വീട് ബേസിക്കായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 2000 to 2500 സ്ക്വയർ ഫീറ്റ് ഒരു സിംഗിൾ ഫ്ലോർ വീട് വരുവാണെങ്കിൽ ഒരു 10 to 12 months നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. ഇന്റീരിയർ ഉൾപ്പെടെയാണോ? ഇന്റീരിയർ ഉൾപ്പെടെ 10 to 12 months നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇതേ സ്ക്വയർ ഫീറ്റ് തന്നെ വരുന്ന ഒരു ഡബിൾ ഫ്ലോർ വരുവാണെങ്കിൽ നമുക്കൊരു 12 to 14 months വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഒരു കണക്കൂട്ടലിൽ നല്ലൊരു ടൈം പീരീഡ്. പിന്നെ നമുക്ക് ഈ ടൈം കുറയ്ക്കാൻ പറ്റും. അതായത് മാക്സിമം ഒരു 15 ദിവസത്തിൻ്റെ ഒരു ഡിഫറൻസിലൊക്കെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയുമ്പോൾ ഞാനത് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് പറയുമ്പോൾ നമ്മളെ ഇൻറ്റീരിയറിന് കുറഞ്ഞത് എത്ര സമയം എടുക്കും? ഇൻറ്റീരിയർ ഡിപ്പെൻസ് ആണ്, ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞതിപ്പോൾ ഒരു 2000 to 2500 എന്ന് പറയുമ്പോൾ നമ്മളൊരു ആവറേജ് ഒരു കൺസ്ട്രക്ഷനാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബഡ്ജറ്റ് തന്നെ പോകുമ്പോഴത്തേക്ക് ഒരു 10 to
12 lakhs ആയിരിക്കും അതിൻ്റെ ഒരു ഇൻറ്റീരിയർ കോസ്റ്റ് തന്നെ ആവറേജ് രീതിയിൽ മിനിമലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു 45 ഡേയ്സിലൊക്കെ മാക്സിമം, അതായത് എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 45 ഡേയ്സിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 2000 to 2500 അല്ലെ ബിലോ 2500 വരുന്ന ഒരു 4 വീട് ചെയ്യാനായിട്ട് നമുക്കൊരു 12 to 14 months ആ ഒരു ടൈം പീരീഡാണ് ഇൻറ്റീരിയർ സഹിതം നമുക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതായത് നമ്മൾ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ച മറ്റ് കാര്യങ്ങളെല്ലാം താരതമ്യേന വരുന്ന ഫൗണ്ടേഷൻ തുടങ്ങി എല്ലാം വന്നാൽ പോലും നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ചർച്ചയിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒരുപാട് അറിവുകൾ നമ്മുടെ ക്ലയൻസ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ അറിയിക്കണം. അവരെ നേരിടുന്ന പ്രശ്നങ്ങളും നമ്മൾ ഇതിലൂടെ നമ്മൾ മറ്റ് ക്ലയൻസിന് ഒരു ക്ലയൻസ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മറ്റൊരു ക്ലയന്റിന് വരാൻ പാടില്ല. അപ്പോൾ അവരും അത് മുൻകൂട്ടി അറിഞ്ഞാൽ അവർക്കും പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.